നമസ്കാരം. എൻ്റെ പുതിയൊരു പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ അടുത്ത ദിവസങ്ങളിലായിട്ട് കുറച്ച് പോഡ്കാസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. അത് സമയം കിട്ടുന്നതനുസരിച്ചാണ് പോഡ്കാസ്റ്റുകൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരൂപണം, ആസ്വാദനം അല്ലെങ്കിൽ വിമർശനം, ഇത് മൂന്നും തമ്മിലുള്ളൊരു വ്യത്യാസത്തെക്കുറിച്ചാണ് ഇന്നത്തെ ടോപ്പിക്ക്. അതായത് നിരൂപണം ആൻഡ് ആസ്വാദനം, പിന്നെ അത് രണ്ടും അല്ലാതെ ഒരു വിമർശനം എന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് വിമർശനം എന്നതായിരിക്കും. നിരൂപണവും ആസ്വാദനത്തെക്കുറിച്ച് ഇപ്പോൾ കാര്യമായിട്ട് സംസാരിക്കുന്നതായിട്ട് കേട്ടില്ല. കാരണം നമ്മളൊരു കാര്യത്തെ വിമർശിക്കുകയാണ്. ഏറ്റവും കൂടുതൽ വിമർശനം ഉണ്ടാകുന്നത് നമ്മുടെ ക്രിയേറ്റീവ് സൃഷ്ടികളിലാണ്. ഏറ്റവും കൂടുതൽ സിനിമകളുടെ എല്ലാ കലകളുടെയും ഒരു ആകെ തുകയായിട്ടുള്ള സിനിമയാണ് ഏറ്റവും കൂടുതൽ വിമർശനത്തിന് വിധേയമാകുന്നത്. ശരിക്കും സിനിമ വിമർശിക്കുകയല്ല വേണ്ടത്, ശരിക്കും സിനിമ നിരൂപിക്കുകയോ അല്ലെങ്കിൽ ആസ്വാദനം നടത്തുകയാണ് ചെയ്യേണ്ടത്. അതിനെക്കുറിച്ചാണ് ഈ ഒരു ടോപ്പിക്. അപ്പോൾ നിരൂപണവും വിമർശനവും ആസ്വാദനവും എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. അപ്പോൾ കലയ്ക്ക്, അതായത് കല എന്ന് പറയുന്നത് ഒരു ആർട്ട് ഫോമിന് നിരൂപണവും ആസ്വാദനവും മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ഒരു അഭിപ്രായമാണ് എൻ്റെ അടുത്തുള്ളത്. എൻ്റെ അഭിപ്രായമാണ് കലയ്ക്ക് ഒരു നിരൂപണവും ആസ്വാദനവും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കല എന്ന് പറയുന്നത് വിമർശന അതീതമായിട്ടുള്ളൊരു കാര്യമാണ്. കല അല്ലെങ്കിൽ ആർട്ട് എന്ന് പറയുന്നത് വിമർശനത്തിൻ്റെ മേലെ നിൽക്കുന്ന ഒരു സാധനമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം എൻ്റെ പോയിൻ്റ് ഞാൻ പറയാം, നമുക്കൊരാളെ വിമർശിക്കാം, ഒരു പേഴ്സണെ വിമർശിക്കാം. എന്നാൽ നമുക്കൊരാളെ വിമർശിക്കാം, എന്നാൽ അയാളുടെ ഒരു സൃഷ്ടിയെ, അയാളുടെ ഒരു കലാസൃഷ്ടിയെ നമുക്ക് വിമർശിക്കാൻ കഴിയില്ല. അതെങ്ങനെയാണ് നമുക്ക് ഒരു കലയെ വിമർശിക്കാൻ പറ്റുക? ഒരാളെ നമുക്ക് വിമർശിക്കാം, അയാൾ ശരിയില്ല, അല്ലെങ്കിൽ അയാൾ സംസാരിക്കുന്നത് ശരിയില്ല, അല്ലെങ്കിൽ അയാളുടെ മാനറിസം എനിക്കിഷ്ടമല്ല, അയാളുടെ രീതി എനിക്കിഷ്ടമല്ല എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് കലയെ അങ്ങനെ ഇഷ്ടമാണെന്നൊന്നും പറയാൻ പറ്റില്ല. അതാണ് ഈ ഒരു പോഡ്കാസ്റ്റ് ചെയ്യാനുള്ളൊരു കാരണം. അതുകൊണ്ടാണ് ഞാനൊരു ഈ രീതിയിൽ ഈ ഒരു ടോപ്പിക് എടുത്തിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കലയെ നമ്മൾ ആസ്വദിക്കുക അല്ലെങ്കിൽ നിരൂപിക്കുകയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് 100% തീർച്ചയാണ്. ഈ വിമർശനാതീതമായിട്ടുള്ളൊരു കാര്യമാണ് കല എന്ന് നമ്മൾ പറയുമ്പോൾ, എന്തുകൊണ്ടാണ് കലയെ വിമർശനത്തിന് അതീതമായിട്ട് ചില കാര്യങ്ങൾ നമുക്ക് പറയാം. അതായത് വ്യക്തി, സംഘടന, അല്ലെങ്കിൽ ഒരു തീരുമാനം, ഒരു സംഘടനയുടെ തീരുമാനം, അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ ഒരു തീരുമാനം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു തീരുമാനത്തെയൊക്കെ നമുക്ക് വിമർശിക്കാം. അതേപോലെ നമുക്കൊരു കലയെ ഒരു ആൾക്കും നമുക്കങ്ങനെ വിമർശിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് കല എന്ന് പറയുന്നത് ഒരു വിമർശനാതീതമായിട്ടുള്ളൊരു സംഭവമായിട്ട് എപ്പോഴും നിൽക്കുക. അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ പറയുമ്പോൾ, പൊതുവായിട്ട് ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ, ജനകീയ കലയായിട്ടാണല്ലോ സിനിമയെ നമ്മൾ മനസ്സിലാക്കുന്നത്. ജനകീയമായ കലയെ നമ്മൾ നമ്മൾ വിമർശിക്കുകയാണ് ചെയ്യുന്നത്, ആസ്വദിക്കുകയോ അല്ലെങ്കിൽ നിരൂപിക്കുകയല്ല ചെയ്യുന്നത്. നിരൂപണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സംഭവിക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ സിനിമയെ വിമർശിക്കുന്ന സിനിമയെ വിമർശിക്കുകയാണ് പലരും ചെയ്യുന്നത്. എന്നാൽ സിനിമയെ കലകളുടെ ചേരുവയായിട്ട് കണ്ട് അതിനെ വിമർശനത്തിന് അതീതമായി കണ്ട് നിരൂപണം എന്ന് പറയുന്നൊരു വേർഡും കൂടെ ഉണ്ട്. നിരൂപണം എന്ന് പറയുന്നത് വേർഡ് ശരിയില്ല, നിരൂപണമാണ്. അനുരൂപണമല്ല. അനുരൂപണം എന്ന് പറയുന്നത് വേറെ. ഞാൻ ലാസ്റ്റ് ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഹിച്ച്കോക്കിൻ്റെ ഒരു പോഡ്കാസ്റ്റിന് അനുരൂപണം എന്ന് പറയുന്ന വേർഡ് കയറി വന്നതാണ്. നിരൂപണമാണ്. നിരൂപണം ആസ്വാദനം തമ്മിലുള്ള വ്യത്യാസമാണല്ലോ നമ്മൾ പറയുന്നത്. ആസ്വദിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ സിനിമ വിമർശനം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചെയ്യുന്നത് ഒരിക്കലും ഒരു നല്ലതല്ലാത്തതോ ആയ കാര്യമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. വിമർശനം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. പക്ഷേ അത് നല്ല കാര്യമാണോ ചീത്ത കാര്യമാണോ എന്നൊക്കെ ചില ഡിസ്കഷൻസ് ഞാൻ വായിച്ചായിരുന്നു. പക്ഷെ അതൊരിക്കലും ഒരു നല്ല കാര്യമൊന്നുമല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എത്ര വിമർശിച്ചു കഴിഞ്ഞാലും അത് ഒരു കലയും, സിനിമ എന്നല്ല, ഒരു കലയും ഒരു രീതിയിലും ബാധിക്കില്ല. സിനിമയെന്നല്ല, അത് സംഗീതം, പിന്നെ ഡ്രോയിങ്, ചിത്രകല,
അല്ലെങ്കിൽ അതുപോലെയുള്ള പല കലകളുണ്ടല്ലോ, അതിനൊന്നും ഈ ഒരു വിമർശനം ബാധിക്കില്ല. അതൊരു ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. നമുക്ക് കാണാൻ പറ്റുന്നില്ലാത്തൊരു സംഭവമാണ് കല എന്ന് പറയുന്നത്. കല നമുക്കൊരിക്കലും ഫിസിക്കായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഒരാളുടെ സൃഷ്ടിയെ മാത്രമേ നമ്മൾ വിമർശിക്കുന്നുള്ളൂ. ചിലപ്പോൾ അയാളുടെ ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കും അയാളുടെ സൃഷ്ടിയെ വിമർശിക്കുക എന്ന് പറയുന്നത്. അതിന് നല്ലൊരു പ്രവണതയേ അല്ല. അതായത് നമ്മൾ കാണാത്ത ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് പോലും ശരിയില്ലാത്ത പോലെ നമ്മൾ കാണാത്ത ഒരു കലയെ എങ്ങനെ വിമർശിക്കും? കാണാത്ത കല എന്ന് ഞാൻ പറയുന്നത് ഒരാളുടെ ഒരു ക്രിയേറ്റീവ് സൃഷ്ടി അയാൾ കാണിക്കുമ്പോൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അത് ശരിക്കും കല ഒരിക്കലും കാണാൻ പറ്റുന്നില്ല. നമ്മൾ ഒരു പെയിൻറ്റിങ്ങിലൂടെ അല്ലെങ്കിൽ സിനിമയിൽ കൂടെ കാണുന്നതാണ് കല എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടാണ് അതിനെ നമ്മൾ വിമർശിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു ഫിസിക്കലായിട്ടുള്ള സംഭവമല്ലേ കല എന്ന് പറയുന്നത്. ഒരു വേറൊരു ഒരു ലെവലിലേക്ക് തിങ്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് കല എന്ന് പറയുന്ന സംഭവം. ഓക്കെ, അപ്പോൾ നമ്മൾ എത്ര വിമർശിച്ചാലും കലയെ അത് ബാധിക്കുന്നില്ല. ഓക്കെ, അങ്ങനെയുള്ള കലകൾക്ക് ഒരു തരത്തിലും ഒരു ഗുണം അല്ലെങ്കിൽ ദോഷവും നമ്മൾ വിമർശിച്ചുകൊണ്ട് ഉണ്ടാവുന്നുമില്ല. അപ്പോൾ വിമർശകർ ചെയ്യുന്ന തീർച്ചയായും ഒരു പ്രയോജനം ഇല്ലാത്ത, അല്ലെങ്കിൽ അവരുടെ സമയവും അത് വായിക്കുന്നവരുടെ സമയവും ഒക്കെ അപഹരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ആക്ച്വലി. അപ്പോൾ അതിനുവേണ്ടി സമയം കളയുക, വിമർശിക്കുന്നതിന് വേണ്ടി സമയം കളയുക, അല്ലെങ്കിൽ ആ വിമർശനം വായിക്കുന്നതിന് വേണ്ടി സമയം കളയുക എന്ന് മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മൾ എത്ര വിമർശിച്ചു കഴിഞ്ഞാലും ഒരു കലയെ വിമർശിച്ചുകൊണ്ട് എഴുതുന്നതോ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് ചെയ്യുന്നതും ഒന്നും ഒരു ചരിത്രത്തിലും ഇടം പിടിക്കില്ല എന്നതും കൂടെ ഒരു പോയിൻ്റാണ്. അത് ചരിത്രാതീതമാണ് ഈ കാര്യം. കലയെ വിമർശിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ചരിത്രത്തിൽ ഇടം നേടാത്തൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതൊരിക്കലും ഒരാൾ ചെയ്ത സൃഷ്ടി ശരിയില്ല എന്ന് പറയുന്നതും ശരിയുണ്ടെന്ന് പറയുന്നതൊന്നും ഈ കല എന്ന് പറയുന്ന എറ്റേണിറ്റി അതൊരിക്കലും അതിങ്ങനെ നശിക്കാതെ കിടക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് സമയം കളയാനെന്നത് തന്നെ വളരെ ഒരു ലോജിക്കില്ലാത്തൊരു കാര്യമായിട്ടാണ് പറയാനുള്ളത്. പിന്നെ വിമർശനത്തെ നമ്മുടെ അഭിപ്രായത്തെ അല്ലെങ്കിൽ നമ്മുടെ ഈ സെൻസിബിലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മുടെ സെൻസിബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ മാത്രമായ ഒരു കാഴ്ച, നമ്മുടെ സെൻസിബിലിറ്റിക്ക് മനസ്സിലായിട്ടുള്ള, നമ്മുടെ സെൻസിബിലിറ്റി കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചയെ മറ്റുള്ളവരിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യം മാത്രമാണ് ഈ വിമർശനം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അല്ലാതെ നമ്മളുടെ സെൻസിബിലിറ്റിക്ക് മനസ്സിലായ, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം കണ്ടു, നമുക്ക് മനസ്സിലായ കാര്യം നമ്മൾ വേറെ അവരെയും കൂടെ ഫോഴ്സ് ചെയ്യിപ്പിക്കുന്നു, ഇൻജെക്റ്റ് ചെയ്യിപ്പിക്കുന്നു എന്നൊരു കാര്യം മാത്രമാണ് വിമർശനം നടക്കുന്നത്, വിമർശനത്തിലൂടെ നടക്കുന്നത്. എന്നാൽ നിരൂപണം എന്ന് പറയുമ്പോൾ അതങ്ങനെയല്ല. അല്ലെങ്കിൽ ആസ്വാദനം അങ്ങനെയല്ലാത്തൊരു സംഭവം ആണ്. അത് ഒരിക്കലും മറ്റുള്ളവരെ സ്വാധീനിക്കുന്നില്ല. അതായത് മറ്റുള്ളവരെ സ്വാധീനത്തിലാക്കില്ല. വിമർശനം പോലെ നിരൂപണമോ ആസ്വാദനമോ മറ്റുള്ളവരെ സ്വാധീനത്തിലാക്കാൻ പറ്റില്ല. കാരണം അത് ആസ്വാദനത്തെ കൂടുതൽ വ്യക്തത തരും എന്നുള്ളതാണ്. അതായത് ഒരു സിനിമേനെ നിരൂപണം വായിക്കുമ്പോൾ നമ്മൾ ആ സിനിമേനെ കൂടുതൽ മനസ്സിലാക്കുന്നതോ അല്ലെങ്കിൽ ആ ആർട്ടിനെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കി അതിനൊരു വ്യക്തത കൂടുതൽ തരും എന്നുള്ളതാണ് ശരിയായ ഒരു കാര്യം. അപ്പോൾ ആ വ്യക്തത കൂടുതൽ ആളുകളിലേക്ക് കലയെന്ന പോലെ പടരുകയാണ് ചെയ്യുന്നത്. കലയെന്ന പോലെ എന്ന് പറഞ്ഞാൽ ആർട്ട്, അല്ലെങ്കിൽ ഒരു പ്യൂരിറ്റി ആയിട്ടുള്ളൊരു സാധനം പോലെ, അത് നല്ല കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പടരുന്ന പോലെ ഉള്ളൊരു സംഭവം ഈ ആസ്വാദനത്തിലൂടെ നമ്മൾ നിരൂപണം ചെയ്യുകയോ ആസ്വാദനം ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിരൂപിക്കുകയോ ആസ്വദിച്ച് എഴുതുകയോ പറയുകയോ ചെയ്യുമ്പോൾ അത് കൂടുതൽ വ്യക്തത കിട്ടിയിട്ട് അത് സ്പ്രെഡ് ആവുകയാണ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാതെ നമ്മൾ വായിക്കും വിമർശനം വളരെ കൂടുതൽ ആൾക്കാർ കേൾക്കുന്നു കാണുന്നു എന്നൊക്കെ വിചാരിക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ചരിത്രത്തിൽ ഇടം പിടിക്കില്ല. അത് ആ സമയത്തെ ആ സമയത്തുണ്ടാകുന്ന ഒരു വിമർശനം, അത് കഴിഞ്ഞ് അതൊരു കോൺട്രവേഴ്സി പോലെ ആയിരിക്കും ഒരു വിമർശനം എന്ന് പറയുന്നത്. പക്ഷെ അത് ചരിത്രത്തിൽ ഒരിക്കലും നിലനിൽക്കാത്ത ഒരു സംഭവമാണ്. അതിന് അത് സ്ഥായിയായിട്ട് നിൽക്കുന്ന ഒരു സംഭവമല്ല ഈ വിമർശനം എന്ന് പറയുന്നത്. അപ്പോൾ വിമർശിക്കപ്പെടേണ്ടത് കലയെയോ അതിൻ്റെ സൃഷ്ടാക്കളെയോ അല്ല,
സൃഷ്ടാക്കളെ ചിലർ വിമർശിക്കാറുണ്ട്. സൃഷ്ടാക്കളെ വിമർശിച്ച് എന്താണ് കാര്യം? ഒരു കാര്യവുമില്ല. അപ്പോൾ വിമർശിക്കപ്പെടേണ്ടത് കലയോ അതിൻ്റെ സൃഷ്ടാക്കളെയോ അല്ല, മറിച്ച് നമ്മുടെ ഈ സൊസൈറ്റിയിൽ വരുന്ന അതായത് പല രീതിയിലും നല്ലതല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളെയോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ അല്ലെങ്കിൽ ഒരു ടോട്ടൽ ഗ്രൂപ്പ് അങ്ങനെയുള്ളവരെ വിമർശിക്കാം. അല്ലാതെ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ അയാളുടെ സൃഷ്ടിയെ വിമർശിക്കാൻ പറ്റില്ല. ഒരു വ്യക്തിയുടെ സൃഷ്ടിയെ വിമർശിക്കാൻ പറ്റില്ല, വ്യക്തിയെ വിമർശിക്കാൻ പറ്റും. യെസ്, അതാണ് പോയിൻ്റ്. വിമർശനാതീതമാണെന്ന് പറയുന്നത് വ്യക്തിയെ നമുക്ക് ചെയ്യാം, വ്യക്തിയെ നമുക്ക് വിമർശിക്കാം, പക്ഷേ അയാളുടെ സൃഷ്ടിയെ നമുക്കൊരിക്കലും വിമർശിക്കാൻ പറ്റില്ല, വിമർശിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ് ഒരു പോയിൻ്റ്. അപ്പോൾ അനശ്വരമായ ഒരു കലയെ വിമർശന വിധേയമാക്കിയിട്ട് അത് മറ്റുള്ളവരേക്ക് അടിച്ചേൽപ്പിച്ചിട്ട് തൻ്റെ മാത്രമായ ആസ്വാദന നിലവാരത്തെ മറ്റുള്ളവർക്ക് മുന്നിൽ തുറന്ന് കാണിക്കുക, മറ്റുള്ളവർക്ക് മുമ്പിൽ മനസ്സിലാക്കി കൊടുത്തിട്ട് സായുജ്യമടയുന്ന സിനിമാ വിമർശകരാണ് മെയിനായിട്ട്. ഓക്കെ, സിനിമാ വിമർശകർ എന്ന് പറയാനും കാരണം നമ്മൾ എഴുതുന്നതെന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിലൊക്കെയാണല്ലോ എഴുതുന്നത് ഇപ്പോൾ വിമർശനം എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ വിമർശനം, ബുക്കിനെക്കുറിച്ച് വിമർശനം അല്ലെങ്കിൽ പെയിൻറ്റിങ്ങിനെ കുറിച്ച് വിമർശനം ഒന്നും ചെയ്യാൻ പറ്റില്ല. ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്നത് സിനിമയാണ്. സിനിമയെ അതിനെക്കുറിച്ച് ഞാൻ പറയാം, കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പറയാം സിനിമയെ എന്തുകൊണ്ട് അത്രയും ഓപ്പണായിട്ട് നമുക്ക് വിമർശിക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ തൻ്റെ മാത്രമായ ആസ്വാദന നിലവാരം മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ട് സായുജ്യമടയുന്ന ഒരു രീതിയാണ് ഈ വിമർശനം എന്ന് പറയുന്നത്. ഒരു കല ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ഒരു കല ചെയ്തിട്ട് പരിചയമുള്ളവരായിരിക്കും ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. ഒരു കല അല്ലെങ്കിൽ അതിൻ്റെ ഒരു കല നടത്തി കലയുടെ അതിൻ്റെ ആ ഒരു പെയിൻ അനുഭവിച്ചിട്ട് ഉള്ള ഒരു വ്യക്തിയും മറ്റൊരു വ്യക്തിയുടെ കലയെക്കുറിച്ചൊന്നും ഒരു വിമർശനമായിട്ടൊന്നും പറയുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് ശരിക്കും ഒരു കലയും ആസ്വദിക്കാൻ അറിയാത്തതുകൊണ്ടാണ് ഈ വിമർശനം ചെയ്യുന്നത്. അതായത് ഒരു പേഴ്സണൽ ജലസ് വരുന്നതോ അല്ലെങ്കിൽ അയാൾ ചെയ്തതുകൊണ്ട് അയാളുടെ കല ശരിയില്ല എന്ന് പറയുന്നതോ ഒക്കെയാണ്. ഇൻസ്റ്റെഡ് ഓഫ് അയാളുടെ കലയെ ഇത് ചെയ്യുന്നതിനാൽ അയാളെ പേഴ്സണലായിട്ട് വിമർശിക്കാം. അയാൾ ചെയ്തത് ശരിയില്ല എന്ന് അയാളുടെ പേഴ്സണലി കാര്യങ്ങൾ ശരിയില്ല എന്ന് പറയാം. പക്ഷേ ഒരു കലാകാരൻ്റെ സൃഷ്ടിയെ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് ഒരിക്കലും വിമർശിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അതായത് ഞാൻ വേറൊരു ഇത് പറയുന്നത്, ഒരു കലാകാരൻ്റെ സൃഷ്ടിയെ തൻ്റെ തെളിച്ചമില്ലാത്ത ദ്രവിച്ചു തുടങ്ങിയ അളവുകോലിൽ അളന്ന് അതിനെക്കുറിച്ച് തനിക്ക് ഒന്നും അറിയില്ലെന്ന് ആ സൃഷ്ടാവിൻ്റെ അല്ലെങ്കിൽ കലകളുടെ സൃഷ്ടാക്കളുടെ എല്ലാവരുടെയും മുന്നിൽ കൂടെ പറഞ്ഞ് ഞെളിഞ്ഞ് നടക്കുന്ന വിമർശകർ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് അവരുടെ അളവുകോലിലും ഒക്കെയാണ് ഈ അളക്കുന്നത് ഒരു കലയെ. ഒരിക്കലും ഒരു കലയെ ഒരു അളവുകൊണ്ടും അങ്ങനെ അളന്നെടുക്കാനൊന്നും പറ്റില്ല. ഒരിക്കലും അങ്ങനെ പറ്റുന്ന കാര്യമല്ല. വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ മുമ്പ് പറഞ്ഞത്, താൻ പൈസ കൊടുത്ത് കാണുന്ന ഒരു കലാസൃഷ്ടിയെ തനിക്ക് വിമർശിക്കാൻ അവകാശമുണ്ട് എന്ന് കരുതുന്നത് തീർത്തും ഒരു ലോജിക്ക് ഇല്ലാതെയുള്ള ഒരു പ്രവണത തന്നെയാണ്. കാരണം നമ്മൾ ഇപ്പോൾ സിനിമയെ കുറിച്ചാണല്ലോ ഏറ്റവും കൂടുതൽ വിമർശനം എന്ന് പറയുന്നത്. അപ്പോൾ സിനിമയ്ക്ക് ഇപ്പോൾ ഞാൻ പൈസ കൊടുത്തു കയറി, എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ല, അതിനെക്കുറിച്ച് അങ്ങോട്ട് വിമർശിച്ചു എന്ന് പറഞ്ഞിട്ടൊരു സാറ്റിസ്ഫാക്ഷനാണ്. അങ്ങനെ വിമർശിക്കാൻ അവകാശമുണ്ടെന്ന് കരുതുന്നത് തന്നെ തീർച്ചയായും ഒരു ലോജിക്കില്ലാത്ത കാര്യമാണ്. കാരണം ഒരു സൃഷ്ടിയെ ആർക്കും വിമർശിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സിനിമയെ വിമർശിക്കുകയല്ല ചെയ്യേണ്ടത്, അതിനെ നിരൂപിക്കുകയും ആസ്വദിക്കുകയും ചെയ്യേണ്ടത്. ആസ്വദിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിരൂപിക്കണം. നിരൂപണം എഴുതുന്നത് എങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു കലയെ ഏറ്റവും കൂടുതൽ നമ്മൾ റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ള ഒരു രീതിയായിരിക്കും നിരൂപണം എന്ന് പറയുന്നത്. നിരൂപണം ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കലയെ വേറൊരാളുടെ കലയെ അത് കാണുന്നത് വേറൊരാൾ, അതായത് സൃഷ്ടാവ് വേറെയാണല്ലോ. ആ സൃഷ്ടാവിനെ അയാളുടെ കലയെ നമ്മൾ നിരൂപിക്കുന്നതാണ് അതിൻ്റെ ശരി, അല്ലാതെ അതിനെ വിമർശിക്കുകയല്ല. വേറെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എത്ര സിനിമയെക്കുറിച്ചോ അല്ലെങ്കിൽ കഥയെക്കുറിച്ചോ പെയിൻറ്റിങ്ങിനെക്കുറിച്ചോ ഡാൻസിനെക്കുറിച്ചോ മ്യൂസിക്കിനെക്കുറിച്ചോ വിമർശിച്ചിട്ടൊന്നും ഒരു ഇടത്തുനിന്ന് അത് രേഖപ്പെടുത്താൻ പോകുന്നില്ല. ഒരിക്കലും വിമർശനാതീതമായിട്ടുള്ളൊരു സംഭവമാണ് കല എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വെറുതെ സമയം കളഞ്ഞിട്ട് നമ്മൾ പൈസ കൊടുത്തു ഒരു സിനിമ കണ്ടു, അത് ഇഷ്ടപ്പെട്ടില്ല, എന്നിട്ട് അത് വിമർശിക്കുകയല്ല ചെയ്യേണ്ടത്. പകരം അതിനെ
ആസ്വദിക്കാൻ കഴിയണം. ഇല്ലെങ്കിൽ ആസ്വദിക്കാൻ പറ്റാത്ത സാധനമാണെങ്കിൽ അതിനെ നിരൂപിക്കുകയാണ് വേണ്ടത്. ആ നിരൂപണം ഏറ്റവും നന്നായിട്ട് ചെയ്തു കഴിയുമ്പോഴാണ് ആ കല എന്ന് പറയുന്ന നമുക്ക് ഒരു ഗോഡ് ഗിഫ്റ്റായിട്ട് തന്നിട്ടുള്ള അത് എല്ലാവരിലേക്കും എത്തുക എന്നുള്ളത് ചെയ്യുക. അപ്പോൾ കലയെ വിമർശിക്കുന്നവർ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു കലാകാരനും ഒരു കലയും വിമർശിക്കാൻ പറ്റില്ല. അപ്പോൾ കല എന്ന് പറയുന്നത് ഇതിൽ ബ്ലഡിലില്ലാത്തവരായിരിക്കും വിമർശനം കലയെ നടത്തുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ചിലവർ കല ചെയ്യുന്നതോട് ഒപ്പം തന്നെ കലയെ വിമർശിക്കാറും ഉണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല. എൻ്റെ പേഴ്സണലി കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ വിമർശിക്കുകയല്ല, നിരൂപണം അല്ലെങ്കിൽ ആസ്വാദനം അതിനെക്കുറിച്ച് സംസാരിക്കും, സിനിമയെക്കുറിച്ച് സംസാരിക്കും, അല്ലെങ്കിൽ വേറൊരു നോവലിനെക്കുറിച്ച്, ബുക്കിനെക്കുറിച്ച്, കഥയെക്കുറിച്ച് എല്ലാം സംസാരിക്കും. അത് മറ്റുള്ളവർക്ക് പ്രയോജനമാകുന്ന രീതിയിൽ സംസാരിക്കുക അല്ലെങ്കിൽ എഴുതുക എന്നുള്ളതിനെ അതാണ് ആസ്വാദനം അല്ലെങ്കിൽ നിരൂപണം. അതിനെ വിമർശിച്ച് എനിക്ക് ആ സീൻ ഇഷ്ടപ്പെട്ടില്ല, അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നതിനെ വിമർശനം എന്ന് പറയുന്നു. ആ വിമർശനം നടത്തുന്നവർ ആ സിനിമയിലോ ആ എഴുത്തിലോ ആ മ്യൂസിക്കിലോ അല്ലെങ്കിൽ ആ ആർട്ട് ഫോമുമായിട്ട് ഒരു ബന്ധമില്ലാത്തവർക്ക് അങ്ങനെ വിമർശിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ ചിലവാക്കുന്ന സമയം വളരെ വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിയാൽ ഒരിക്കലും ഒരാളും വിമർശിക്കാൻ പോവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. അപ്പോൾ ഞാൻ എൻ്റെ പോഡ്കാസ്റ്റ് കേൾക്കുന്നതിൽ മലയാളികൾ മാത്രമായിരിക്കും, മലയാളത്തിൽ പറയുന്നതുകൊണ്ട് മലയാളം ആയിരിക്കുമല്ലോ കേൾക്കുന്നത്. എന്നാലും കുറച്ച് വേറെ ഭാഷകളിലെ ആൾക്കാർ കേൾക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇതിൻ്റെ അനലിറ്റിക്സ് നോക്കുമ്പോൾ അവരെങ്ങനെ മനസ്സിലാക്കുന്ന മലയാളത്തിൽ ഞാനിപ്പോൾ പറയുന്ന കാര്യം ചിലർക്ക് മനസ്സിലായിട്ടില്ല. അതാരും ആയിരിക്കും, അതൊരു വിമർശകനോ അല്ലെങ്കിൽ ആസ്വാദകനോ ഈ കേൾക്കുന്നവരോ ആയിക്കോട്ടെ. അപ്പോൾ അവർക്കത് ഞാൻ പറയുന്നത് ആ ലാംഗ്വേജിൻ്റെ പ്രോബ്ലം കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ ആക്സെൻറ്റിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടോ അവർക്കത് മനസ്സിലായില്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ പറയുന്നതിൽ ശരിയില്ല, ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല, അത് വിമർശന രീതിയിൽ പറയുന്നതിന് പകരം കൂടുതൽ ക്ലാരിറ്റി ഉള്ള നിരൂപണം പോലെയോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന രീതിയിലോ പറയുമ്പോഴായിരിക്കും എനിക്ക് കൂടുതൽ അത് മനസ്സിലാക്കുക. അല്ലാതെ അതിനെ വിമർശിച്ച് കഴിയുമ്പോൾ എനിക്കൊന്നും നഷ്ടപ്പെടാനും ഇല്ല, നിങ്ങളുടെ ആ സമയം മാത്രമേ പോകുന്നുള്ളൂ. ഇത് ഞാൻ പറയാൻ കാരണം, ഇത് നമ്മൾ വേറൊരു സൃഷ്ടിയെ നമ്മൾ വിമർശിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സ്രഷ്ടാവിൻ്റെ ഒരു മനസ്സിലുണ്ടാകുന്ന ഒരു ഫീലാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അവർക്ക് ഞാൻ പറയുന്നതിൻ്റെ ഉള്ളടക്കം വായിച്ചിട്ട് അവർക്ക്, അല്ലെങ്കിൽ വായിച്ചിട്ടെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇത് എഴുതിയതാണ് വായിക്കുന്നത്, അതുകൊണ്ടാണ് വായിച്ചിട്ട് അവർക്ക് അതിൽ നിന്ന് അവരുടെ ബുദ്ധിക്ക് മനസ്സിലാവാത്തതോ അതിൻ്റെ തലത്തിലേക്ക് എത്തുന്നതല്ല പുതിയതൊന്നും കിട്ടുന്നില്ലെങ്കിൽ അവർ തീർച്ചയായിട്ടും വിമർശിക്കും. അതേപോലെ തന്നെയാണ് ഈ കല എന്ന് പറയുന്ന സംഭവം. ഇപ്പം ഞാൻ അതിൻ്റെ ആസ്വാദകൻ്റെ നിലവാരത്തിലേക്ക് അവൻ്റെ സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന രീതിയിൽ മാത്രമേ മനസ്സിലാകൂ എന്ന ഒരു സത്യമുണ്ടല്ലോ. ഇപ്പോൾ നമ്മളൊരു സാധനം കേട്ടു അല്ലെങ്കിൽ കണ്ടു, അത് മനസ്സിലാക്കുന്ന അയാളുടെ ഒരു സാമാന്യ ബുദ്ധി ഉണ്ടല്ലോ, അയാളുടെ ആ സാമാന്യ ബുദ്ധിക്ക് മേലെയാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അയാൾ ഒന്നുകിൽ അത് നിർത്തിയിട്ട് പോവും, അത് കേൾക്കാതെ പോവും, ഇയാൾ എന്താ പറയുന്നതെന്നുള്ള രീതിയിൽ അത് നിർത്തിയിട്ട് പോവും. ഇതേപോലെ തന്നെയാണ് കലകളുടെ സാധനം. അതായത് കല എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അവിടെ നിർത്തിയിട്ട് അങ്ങ് പോവുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിമർശിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ പറയുന്നത് ഇതൊരു വിമർശനാതീതമായ സംഭവമാണ് കല എന്ന് പറയുന്നത്. ഈ കല എന്ന് പറയുന്നതിൽ കൂടിയാണല്ലോ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് തന്നെ ഒരു കലയെക്കുറിച്ചാണ്. ഇപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടില്ല എന്ന് നിർത്തിയിട്ട് പോകുക എന്നല്ലാതെ അതിനെ കൂടുതൽ പിടിച്ചിരുത്താനുള്ള ഒരു ട്രിക്സും ഞാൻ ഉപയോഗിക്കുന്നുമില്ലല്ലോ ഈ പറയുന്നതിൽ. അപ്പോൾ ശരിയായ ഒരു കല ആസ്വാദന യോഗ്യമല്ലെങ്കിൽ അതിനെ വിട്ടേക്കുക എന്നുള്ളതാണ്. അതായത് വിടാൻ താല്പര്യമില്ലാത്തവർക്ക് എഴുതാം. ആസ്വാദനമായിട്ട് പറ്റിയിട്ടില്ലെങ്കിൽ നിരൂപണമായിട്ട് എഴുതാം, നിരൂപണമായിട്ട് പറ്റില്ലെങ്കിൽ വിമർശനമായിട്ട് എഴുതാം. വിമർശനമായിട്ട് എഴുതുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിമർശനമായിട്ട് എഴുതി കഴിഞ്ഞാൽ അത് എവിടെയും നിൽക്കില്ല, അത് ആ സമയത്ത് മാത്രം വായിക്കും, അതിനെക്കുറിച്ച് രണ്ടഭിപ്രായം ആൾക്കാർ പറയും, അത് മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. ശരിക്കും കല എന്ന് പറയുന്ന ഒരു നമ്മുടെ
നമുക്ക് കാണാൻ പറ്റാത്ത, അതായത് റീച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ വിമർശിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല ഒരു കാര്യം. അപ്പോൾ